പ്രിയമുള്ള നമ്മുടെ LPSTയിലെ റാങ്ക് ഹോൾഡേഴ്സ് അറിയാൻ വേണ്ടിയിട്ടാണ്. വീഡിയോസൊന്നും സാധാരണ ചെയ്യാറില്ല. അതിന് കാരണം അങ്ങനെ ചെയ്ത് ശീലിച്ചിട്ടില്ല. പിന്നെ ഇതിപ്പോൾ ചെയ്യേണ്ട ഒരു ആവശ്യം എന്താ വെച്ചാൽ, നമ്മൾ പല 1500ഓളം ആളുകളുടെ ലിസ്റ്റ് നമുക്ക് നിലവിൽ LPST ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ 1500ഓളം വരുന്ന ലിസ്റ്റിൽ ഭൂരിഭാഗവും നിയമനം നടക്കുമോ എന്നുള്ള സംശയങ്ങളും അങ്ങനെ കുറേ പ്രശ്നങ്ങളായിട്ട് പല ആളുകളും ആകെ കൺഫ്യൂഷനിലാണ്. അപ്പോൾ അതിനൊരു മറുപടി പറയണമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത് അഭിപ്രായം ഇതാണ്, നടക്കുമെന്ന് തന്നെയാണ്, ചാൻസ് കൂടുതലാണ്. എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് അനലൈസ് ചെയ്യാം. അപ്പോൾ തെറ്റുണ്ടെങ്കിൽ ഇപ്പോൾ ചോദിച്ചാൽ മതി. അതിൻ്റെ എന്താ ക്ലാരിഫൈ ചെയ്യാനുണ്ടെങ്കിൽ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ മറുപടി പറഞ്ഞുതരാം. കാരണം ഓർമ്മയുള്ള കാര്യങ്ങൾ പറയാം. അപ്പോൾ ഒരു എക്സാമ്പിൾ നമ്മൾ ഓരോന്ന് എടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ അനലൈസ് ചെയ്യുമ്പം ആദ്യം ഒരു 50 റിട്ടയർമെൻറ്റ് ഈ വർഷം വന്നിട്ടുണ്ട് നമുക്ക്. അപ്പോൾ അതുപോലെ തന്നെ ഒരു 3 വർഷത്തിൽ എന്തായാലും ഒരു 50 റിട്ടയർമെൻറ്റ് ഏകദേശം നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അതിലൊരു 3 വർഷത്തിനൊരു 150 വേക്കൻസി അങ്ങനെ പ്രതീക്ഷിക്കാം. അതുപോലെ നമുക്ക് പ്രൊമോഷൻ അങ്ങനെ ട്രാൻസ്ഫർ ഇങ്ങനെ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു 10-70ഓളം വേക്കൻസീസ് ഒരു വർഷം. അപ്പോൾ അങ്ങനെ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ വരുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. അപ്പോൾ അതുപോലെ ഒരു 3 വർഷം 21 210 വേക്കൻസീസ് അങ്ങനെ. പിന്നെ ഇത് കറക്റ്റ് നല്ല അറൗണ്ടാണ് പറയുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഒരു സാധ്യതയാണ് 500ഓളം സ്കൂളുകൾ, LP സ്കൂളുകൾ നമുക്ക് മലപ്പുറം ജില്ലയിൽ മാത്രമുണ്ട്. അപ്പോൾ ഈ സ്കൂളുകളിൽ ഏകദേശം ഒരു സ്കൂളിൽ ഒരു പോസ്റ്റ് വീതം വർദ്ധിച്ച് കിട്ടുകയാണെങ്കിൽ, അഡീഷണൽ പോസ്റ്റ് കിട്ടുകയാണെങ്കിൽ അത് 500 വേക്കൻസി അപ്പോഴും വരും. അപ്പോൾ അത് പറയുമ്പോൾ പ്രത്യേകം പറയേണ്ടിയിരിക്കണം എന്താ വെച്ചാൽ നടക്കും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കേൾക്കുന്നവർക്ക് അറിയില്ല. ഞങ്ങൾ ഇതിൻ്റെ പിന്നാലെ ഇത് അന്വേഷിച്ചാൽ മനസ്സിലാവും. ഓരോ സ്കൂളുകളിൽ 2, 3, 1, 2 കുട്ടികളെ പേരിലൊക്കെ ആയിരിക്കും ഒരു ഡിവിഷൻ കിട്ടാതെ പോകുന്നതൊക്കെ. അപ്പോൾ 2, 3 കുട്ടികളെ ചിലപ്പോൾ 4, 5, 6 എത്ര കുട്ടികൾ അതൊന്ന് ഒരു അടുത്ത വർഷത്തിന് വേണ്ടിയിട്ടൊന്ന് ഫോക്കസ് ചെയ്ത് ഒന്ന് എത്തിച്ച് അത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയൊക്കെ എന്ത് ചെയ്യാം, ഓരോ പോസ്റ്റുകൾ അധികം കിട്ടും. ഈ പോസ്റ്റുകൾ ശ്രദ്ധിക്കേണ്ടത് 3 വർഷം എന്ന് പറഞ്ഞാൽ ഈ വർഷം ചെയ്താൽ ഈ വർഷം തന്നെ പോസ്റ്റ് കിട്ടുന്നല്ല, അത് അടുത്ത വർഷം കഴിഞ്ഞ് പിറ്റത്തെ വർഷമൊക്കെ അപ്രൂവൽ ആവുള്ളൂ. പക്ഷേ എന്തായാലും 3 വർഷത്തിനുള്ളിൽ അതിൻ്റെ റിസൾട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ ഓരോ സ്കൂളിലും ഒരു പോസ്റ്റ് ആവറേജ് വെച്ച് കൂടിയാൽ, അല്ലാതെ ഒരു ക്ലാസ്സിന് മുഴുവൻ 31 കുട്ടികളെയും എത്തിയാലും 30 കുട്ടികളെയും 29 കുട്ടികളെയും എത്തിക്കണം എന്നല്ല. അവിടങ്ങളിലൊക്കെ 5, 6, 4, 3 അതുപോലെ അങ്ങനെയുള്ള സംഖ്യകളെ കുറവുണ്ടാവുള്ളൂ. അത് എത്തിക്കഴിഞ്ഞാൽ ഒരു പോസ്റ്റ് കിട്ടും. ഇത് മറ്റു ഏത് പോസ്റ്റുകൾക്കും ഇല്ലാത്തൊരു പ്രത്യേകതയാണ്. LGSO, LDO, സെക്രട്ടേറിയറ്റോ അങ്ങനെ മറ്റു PSCകൾക്ക് ഇല്ലാത്തൊരു ഗുണം എന്തുണ്ട്, സ്കൂളുകൾക്കുണ്ട്. കാരണം അവിടെ എന്ത് വിചാരിച്ചാലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഉള്ള പോസ്റ്റിൽ നിന്ന് ഒരു എണ്ണം കൂടെ അധികം ഉണ്ടാക്കാൻ അവർക്ക് കഴിയില്ല, സർക്കാർ വിചാരിക്കാതെ. പക്ഷേ ഇവിടെ ഇങ്ങനൊരു ബെനിഫിറ്റ് ഉണ്ട്, അത് മനസ്സിലാക്കേണ്ടത്. എത്ര പോസ്റ്റും വർക്ക് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികളെ റെഡി ആയി കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ അതിൽ ചില പ്രതിസന്ധികളൊക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടാവാറുണ്ട്. ബിൽഡിങ്ങിൻ്റെ പ്രശ്നങ്ങളും മറ്റൊക്കെ. അതൊക്കെ നിങ്ങൾ ഇറങ്ങിയിട്ട് ഇപ്പം തന്നെ വർക്ക് ചെയ്താൽ, കാരണം പല സ്കൂളുകളിലും നല്ല ബിൽഡിംഗ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സർക്കാർ ഫണ്ട് അനുവദിച്ച് തന്നെ. പക്ഷേ അത് എഴിഞ്ഞ് നീങ്ങുന്ന പല കാരണങ്ങൾ കൊണ്ടും. അപ്പോൾ അതൊന്ന് ഇടപെട്ട് അടുത്ത മെമ്പർമാരെ മറ്റൊക്കെ ഒന്ന് കണ്ട് ഇടപെട്ട് കഴിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, അത് വേഗത്തിലാക്കിക്കാനും അങ്ങനെ ഒരു കൊല്ലം കൊണ്ടൊക്കെ തന്നെ അത് വർക്ക് പൂർത്തീകരിച്ച്. അവിടെ ചില സ്കൂളുകളൊക്കെ നമ്മൾ ഗവൺമെൻറ് സ്കൂൾ അന്വേഷിച്ചത് ഒരു ക്ലാസ് തന്നെ 40, 41, 42 അങ്ങനെ എല്ലാ ക്ലാസ്സിലും അങ്ങനെ കിടക്കുകയാണ്. കാരണം ക്ലാസ് റൂം ഇല്ലാത്തതുകൊണ്ട്. അതൊക്കെ ശരിക്കും ഉദ്യോഗാർത്ഥികളുടെ ഓരോ പോസ്റ്റുകളാണ്. പുതിയൊരു ബിൽഡിംഗ് വന്നാൽ, അപ്പോൾ ആ ബിൽഡിംഗ് വരാൻ ഒന്ന് പരിശ്രമിച്ചാൽ അവിടേക്ക് 2, 3, 4 ബാച്ചുകൾ കൂടും. അപ്പോൾ ഇതിനൊരു പരിശ്രമം നടത്തിയാലേ നടക്കുള്ളൂ ഒന്ന്. പിന്നെ അതേ ഒരു വിഷയങ്ങളാണ്. അപ്പം 500 പോസ്റ്റ് ഉണ്ടാക്കാൻ ഒരു പണിയില്ല, ഇറങ്ങണം. രണ്ടാമത്തത് മറ്റൊരു കാര്യം എന്താ വെച്ചാൽ UID അഥവാ ആധാറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട് പല സ്ഥലത്തും. ഈ ആധാറിൻ്റെ പേരിൽ ഇപ്പോൾ ഈ വർഷം തന്നെ 100ഓളം പോസ്റ്റുകൾ LPSTക്കാർക്ക് നഷ്ടം. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ഇപ്പം തന്നെ വർക്ക് ചെയ്താൽ അടുത്ത വർഷമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, ഈ UID എല്ലാവരും ഇല്ലാത്ത ആരാൻ കണ്ടെത്തി അതൊക്കെ എടുപ്പിച്ച് കൃത്യമായിട്ട് കൊണ്ടുനടക്കുകയാണെങ്കിൽ അത്രയും പോസ്റ്റുകൾ കിട്ടും. മാത്രമല്ല അത്രയും പോസ്റ്റുകൾ നഷ്ടമാവാതെ. കാരണം ഇത് നടക്കുമെന്നുള്ളതിന് ഈ റാങ്ക് ഹോൾഡേഴ്സിലെ കുറച്ച് വിദ്യാർത്ഥികൾ ഈ അവസാന സമയത്ത് സ്കൂൾ തുറക്കുന്നതിൻ്റെ ലാസ്റ്റ് സമയത്ത് ഇറങ്ങിയിട്ട് തന്നെ ഇപ്പോൾ അത്യാവശ്യം ഡിവിഷൻ ഫാളുകൾ അവർക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് ഇറങ്ങിയാൽ നടക്കും. അപ്പം അത് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും പോസ്റ്റുകൾ കിട്ടും. പിന്നെ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, ഞാൻ പറഞ്ഞു ഒരു 0 പോസ്റ്റ് അല്ലെങ്കിൽ ആൻറ്റിസിപ്പേറ്ററി വേക്കൻസിയാണ്, പോസ്റ്റ് ഇല്ലാതെ ആൻറ്റിസിപ്പേറ്ററി വേക്കൻസി എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് ചെയ്തിട്ട് പല PSCകളും വിളിക്കാറുണ്ട്. പക്ഷെ അത് എന്നിട്ടും അവിടെ 300, 400, 500 നിയമനം നടത്താറുണ്ട്. അവർ വർക്ക് ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഉണ്ടാവുക കേട്ടോ. ശ്രദ്ധിക്കണം.
പക്ഷേ ഈ LPSC അപ്പോൾ ഒന്ന് ആലോചിക്കുക, 17 വാക്കൻസീസ് ഓൾറെഡി ഇപ്പോൾ തന്നെ ഉണ്ട്. അപ്പോൾ ഇതിലെത്ര നിയമനം നടത്താമെന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതി. അത്യാവശ്യം നല്ല നിയമനം നടത്തിക്കൂടെ? പറ്റും, വർക്ക് ചെയ്താൽ പറ്റും. പിന്നെ അടുത്തൊരു കേസ് UID നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. മറ്റൊരു വിഷയം എന്താണ് ബാക്കിയുള്ള പ്ലസ് പോയിന്റുകൾ നോക്കാം. ഇപ്പോൾ ഈ വരാൻ പോകുന്ന ഇപ്പോൾ തന്നെ നമ്മൾ ഏകദേശം ഒരു 1000-ഓളം റാങ്ക് അല്ലെങ്കിൽ പേർക്ക് വാക്കൻസീസിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടു. പിന്നെ ഈ സർക്കാരിൻ്റെ ഒരു പദ്ധതി നിങ്ങൾക്കൊക്കെ അറിയാം, ഫയലിൽ ഉറങ്ങുന്നൊരു പദ്ധതി. അത് സാമ്പത്തിക പ്രശ്നം കൊണ്ടൊക്കെ മാറ്റിച്ചാൽ കേൾക്കുന്നത് എന്തായാലും ഓരോ പഞ്ചായത്തിലും ഏരിയ എഡ്യൂക്കേഷൻ ഓഫീസർ അങ്ങനെ എന്തോ ആയിട്ട് പേരിട്ട് ഓരോ പഞ്ചായത്തിലും ഒരു വേക്കൻസി വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാനൊക്കെ തീരുമാനിച്ചിരുന്നു. പക്ഷെ അത് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതും കൂടെ വരികയാണെങ്കിൽ അതിനും എന്ത് വേണം, സമ്മർദ്ദങ്ങൾ ചെലുത്തേണ്ടി വരും, സംസാരിക്കേണ്ടി വരും. അങ്ങനെയൊക്കെ അതും കൂടെ വന്നൊരു 100ഓളം പഞ്ചായത്ത്, 94-95ഓളം പഞ്ചായത്തുകൾ മലപ്പുറം ജില്ലയിൽ തന്നെ ഉണ്ട്. അപ്പം ഓരോ പഞ്ചായത്തിൽ ഓരോന്ന് വന്ന് ആലോചിച്ച് നോക്കിയേ, 100ഓളം വാക്കൻസി അവിടെ വരൂലേ, അത് കിട്ടൂലേ? അപ്പോൾ തന്നെ 1000-ൻ്റെ പുറത്ത് 1100, 1000 പുറത്ത് പോയി. ഇനി അതിന് പുറമെ ഒരു കാര്യം കൂടെ ആലോചിക്കേണ്ടത് എന്താ വെച്ചാൽ, ഈ UPSC ലിസ്റ്റ് വരാൻ കിടക്കുന്നുണ്ട്. അപ്പോൾ UPSC ലിസ്റ്റ് സെപ്റ്റംബറോ അങ്ങനെ സമയത്ത് വരുന്നുണ്ട്. നമ്മളിതിൽ പരിശോധിച്ച് നോക്കുമ്പോൾ ഇതിൽ 100-200ഓളം എന്തായാലും ഭൂരിഭാഗം ആളുകളും ഈ UP നല്ല മാർക്കുള്ളവരും ഒക്കെ ഉള്ളവരാണ്. അപ്പോൾ ഇതിന്ന് മനസ്സിലാക്കേണ്ടത് അവർ തന്നെയാണ് ഈ LPSCയിലെ ഫസ്റ്റ് 100 റാങ്കിലെ മെയിൻ ആൾക്കാർ. അപ്പോൾ ഇവരൊക്കെ എന്ത് സംഭവിക്കുക വെച്ചാൽ, മുകളിൽ നല്ല പോസ്റ്റ് കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് ആരും നിൽക്കില്ല. എല്ലാവർക്കും UP തന്നെ ഇഷ്ടം, UP തന്നെ എല്ലാവർക്കും പോകാൻ താല്പര്യം. കാരണം മുകളിലുള്ള പോസ്റ്റിലൊക്കെ എല്ലാവർക്കും പഠിപ്പിക്കാൻ സുഖം എല്ലാം കൊണ്ടും, അതുപോലെ ലീവ് കാര്യങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങളിൽ അതിൻ്റെ ഒരു ഫ്ലെക്സിബിലിറ്റി അല്ലെങ്കിൽ കംഫേർട്ട് എന്തൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാം UP എന്താണ്. അപ്പോൾ എല്ലാവരും UPക്കാണ് ഭൂരിഭാഗം എല്ലാവരും പോവാം. വളരെ എന്തെങ്കിലും അതിനെക്കുറിച്ച് ധാരണ ഇല്ലാത്തവരൊക്കെ വേറെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ പോകാതൊക്കെ. അപ്പോൾ ആ ഒരു 10-100 വാക്കൻസി എങ്കിലും അതിൽ കിട്ടും. അത്ര ആളുകൾ അതല്ലെങ്കിൽ വേറെ ലിക്കൊക്കെ പോകാൻ ചാൻസ് ഉള്ളവരുണ്ട്. പലതായ കോഴ്സ് ലിസ്റ്റിലുള്ളവരാണ് ഇതിലുള്ളവർ. അപ്പോൾ അങ്ങനെ ഒരു 100 വാക്കൻസിയോടെ കിട്ടുമ്പോൾ തന്നെ അത് 1100, 1200 വരെയൊക്കെ അങ്ങോട്ട് എത്തി. ആ അവസരങ്ങൾ നോക്കണം. പിന്നെ അതിൻ്റെ കൂടെ ഈ ഡിവിഷൻ ഫാളുകൾ ഒഴിവാക്കലും മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ആളുകൾക്ക് നിയമനം വാങ്ങിക്കൊടുക്കാൻ ഇതിലൂടെ സാധിക്കും. അത് 100% ഉറപ്പാണ്, കഴിയും. അതുപോലെ തന്നെ ഇനിയിപ്പോൾ മറ്റൊരു പ്ലസ് പോയിൻ്റ് പറഞ്ഞുതരാം. ഈ വരാൻ പോകുന്ന സർക്കാർ ഈ വർഷം മാർച്ച് ഏപ്രിൽ ആകുമ്പോൾ ഇലക്ഷനാണ്. അതിന് മുന്നോടിയായിട്ട് സ്വാഭാവികമായിട്ടും നല്ലൊരു ഇതുവരെ കണ്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും തന്നെ വർഷം ഭരണം അവസാനിക്കുന്ന സമയത്ത് എല്ലാ സർക്കാരുകളും മാക്സിമം നിയമനം നടത്തിയിട്ടാണ് പോകുക. അപ്പോൾ അതിനും വേക്കൻസീസും കാര്യങ്ങളും കണ്ടു വെക്കേണ്ടി വരും. അപ്പം അത് ഒരു പ്ലസ്സാണ്, അത് ശ്രദ്ധിക്കണം. അത്യാവശ്യം വേക്കൻസീസ് അവർ ഫില്ലപ്പ് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ അടുത്ത് വരുന്നത് ഏത് സർക്കാരാണെന്നറിയില്ലെങ്കിലും പുതിയ സർക്കാരാണെങ്കിൽ അവരെ വക വേറെ കാര്യങ്ങൾ അവരും മുൻകൈ എടുക്കും. അപ്പോൾ അതൊക്കെ ഈ ഒരു ലിസ്റ്റിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അനുകൂല ഘടകങ്ങളാണ്. മനസ്സിലാവണ്ടോ? അപ്പോൾ ഇനി പറഞ്ഞു വന്നത് എന്താ പറയുക, ഇത്രയധികം അവസരം ഉണ്ടായിട്ടും ഇത് എത്ര വരെ എത്തിക്കണമെന്ന്, ഏതുവരെ പോകണമെന്നുള്ള ഉദ്യോഗാർത്ഥികൾക്ക് തീരുമാനിക്കാൻ, അല്ലെങ്കിൽ റാങ്ക് ഹോൾഡേഴ്സിന് തീരുമാനിക്കാനുള്ള അവസരവും കാര്യങ്ങളും ഉണ്ട് മുന്നിൽ. അപ്പോൾ ഇനി തീരുമാനിക്കും. പിന്നെ ഇതിൽ ഇങ്ങനെയൊക്കെ പറയാൻ കാരണം എന്താ വെച്ചാൽ, ഇതിൽ കുറേ ആളുകൾ വേറെ ആർക്കോ പറയുന്നത് കേട്ട് അടുത്ത LPSCക്ക് പഠിക്കാം ഒന്ന് ആലോചിച്ച് നോക്കി. ഞാൻ പറയുന്നത് ഇതിലേറെ മണ്ടന്മാരല്ലെങ്കിൽ അങ്ങനെ വിളിക്കാൻ പാടില്ല. പക്ഷേ ആ ആളുകൾ വേറെ ഉണ്ടോ? കാരണം കയ്യിൽ ഒരു ലിസ്റ്റിൽ കയറണമെങ്കിൽ എത്ര പണിയുണ്ട്, എത്ര വർഷത്തെ കാത്തിരിപ്പുണ്ട്, ഒന്ന് ആലോചിച്ച് നോക്കി. കാരണം ഇനി ഒരു എക്സാം വിളിച്ചിട്ട് വേണം, വിളിക്കുമെന്ന് തന്നെ അറിയില്ല. വിളിക്കുമായിരിക്കും, ആയിക്കോട്ടെ. വിളിച്ചിട്ട് ഇനി ആ ലിസ്റ്റിലേക്ക് നമ്മൾ അപേക്ഷിച്ച് തയ്യാറെടുത്ത് എത്രയോ കണക്കിന്, അത് കഴിഞ്ഞ പ്രാവശ്യം ഒരു 10,000 ഉള്ളെങ്കിൽ ഇപ്പോഴത്തെ പ്രാവശ്യത്തിന് 20,000 അവസ്ഥയാണ്. അത്രയും ആളുകളാണ് 2-3 വർഷം കൊണ്ട് ഓരോ സെൻറ്ററിൽ പഠിച്ചിറങ്ങുന്നത്. കാരണം ഇതിൻ്റെ സാധ്യതയും മറ്റും മനസ്സിലാക്കിയിട്ട്. അപ്പോൾ അവരോട് മത്സരിക്കാൻ പോകണം കേട്ടോ. എന്നിട്ട് ഇവിടെ ഇപ്പോൾ ഈ പറഞ്ഞു പോകുന്ന പ്രശ്നങ്ങളൊക്കെയാണ്. ഇവിടെ ഡിവിഷൻ ഫാളാണ്, അതാണ്, ഇതാണ്, മറ്റാണ്, മറിച്ചാണ്, അതുപോലെ UID അങ്ങനെ പുതിയ അഡീഷണൽ പോസ്റ്റുകളില്ല, അങ്ങനെയില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടെ ചാൻസ് ഇല്ല, ഈ ലിസ്റ്റിൽ ചാൻസ് ഇല്ല, ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടെന്ന് പറഞ്ഞിട്ടാണ് അടുത്തിന് പഠിക്കാൻ പോകുന്നത്. അവിടെ എത്തിയാൽ ഈ ചാൻസ് പരിഹരിക്കപ്പെടും. ഒന്ന് ആലോചിച്ച് നോക്കി. അവിടെ അടുത്ത ലിസ്റ്റ് വന്ന് ഈ പ്രശ്നം പരിഹരിക്കപ്പെടില്ല. ഇത് അതിൻ്റെ ഇരട്ടിയായില്ലേ അവിടെ മാറുള്ളൂ. അത് ചിന്തിക്കണ്ടേ? എന്നിട്ട് ഞാൻ അവിടെ ഒരു എക്സാം എഴുതി ഉണ്ടാക്കുന്ന അവസ്ഥ എങ്ങനെയാണ് ഞങ്ങൾ അറിയണ്ടേ? ഇത്രയും ആളുകളോട് മത്സരിക്കാൻ പോകുമ്പോൾ തന്നെ അത് വർഷങ്ങളോളം പഠിച്ച്
എന്നിട്ട് അതിനൊരു എക്സാം ഉണ്ട്. ആ എക്സാം എഴുതാൻ പറ്റുമെന്നുള്ളത് വേറെ കഥ. എത്രയോ ആളുകൾക്ക് എഴുതാൻ പറ്റാത്ത കഥയാണ്. പനി പല അസുഖ കാരണം പല കൊണ്ടും പഠിച്ച് എത്രയായിട്ട് എഴുതാൻ പറ്റാത്തതും ടെൻഷൻ അടിച്ച് എഴുതാൻ പറ്റാത്തതും എഴുതിപ്പോയി തന്നെ മാറിപ്പോയി, ബബിൾ ചെയ്ത് മാറിപ്പോയതിൻ്റെ പേരിൽ ആൻസർ ഷീറ്റ് ക്യാൻസലായതിൻ്റെ പേരിൽ അങ്ങനെ മാറി ബബിൾ ചെയ്തതിന് രജിസ്റ്റർ നമ്പർ ബബിൾ ചെയ്ത് ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഇതിന്ന് ഔട്ടായി എത്രയോ നന്നായിട്ട് പഠിച്ച ആളുകളുണ്ടെന്ന് നിങ്ങൾക്കറിയാം. അത് പോസിബിലിറ്റിയാണ്, ചാൻസ് മാത്രമാണ്, അല്ലെങ്കിൽ സാധ്യതകൾ മാത്രമാണ്, പ്രതീക്ഷകൾ മാത്രമാണ് അവിടെ എഴുതാൻ പറ്റുന്നുള്ളൂ. അത് എന്നിട്ട് അത് എഴുതി കഴിഞ്ഞു, പിന്നെ അടുത്ത് എന്ത് ചെയ്യണം? വെരിഫിക്കേഷൻ കാത്തിരിക്കണം. അതിനെത്ര കാത്തിരിക്കുക, അതിൻ്റെ കാര്യങ്ങൾ വേറെ, അത് മുഴുവൻ കഴിഞ്ഞു, ഒക്കെ കറക്റ്റായി കഴിഞ്ഞാൽ അടുത്ത് ഇൻ്റർവ്യൂവിന് കാത്തിക്കണം. ഇൻ്റർവ്യൂവിൻ്റെ കാര്യം പറയണ്ടല്ലോ, അതിലെന്തൊക്കെയാണ് നടക്കുക, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, വല്ലാത്ത ബുദ്ധിമുട്ടുകൾ കഴിഞ്ഞ് അതിലെത്ര മാർക്ക് കിട്ടി, അത് റാങ്ക് കൂടെ കിടക്കുക എന്നുള്ളത്. എന്നാൽ തന്നെ ആ റാങ്കിൽ എത്തിപ്പെട്ട് ജോലി കിട്ടാൻ പിന്നെയും ഈ പറയുന്ന പ്രതിസന്ധികളൊക്കെ അവിടെ. ഇനി ഈ പറഞ്ഞ 1ാം റാങ്ക് 10ാം റാങ്ക് കിട്ടുന്ന ഉറപ്പാണെങ്കിൽ ഓക്കെ ആയിക്കോട്ടെ, മനസ്സിലായി. എന്നാൽ പോലും ഈ നിലവിലുള്ളത് വിട്ടിട്ട് മറ്റൊന്ന് ഒരു വരാനിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് ഇപ്പം ഇത് ചെയ്യാതെ വർക്ക് ചെയ്യാതെ നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് ആലോചിച്ച് നോക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം പറയുന്നതാണ്, പ്രതീക്ഷകൾ ആണ് ജീവിതം. ആ പ്രതീക്ഷകളും ആഗ്രഹങ്ങളും ഒക്കെ സഫലമാക്കാനുള്ള പ്രവർത്തനം ചെയ്യുക എന്നുള്ളതാണ്. അത് പ്രവർത്തനം ചെയ്തിട്ട് അത് നടപ്പിലാക്കി അത് നേടിയെടുക്കുക എന്നുള്ളതാണ്. അതിന് മുന്നിൽ അവസരം ഉണ്ടായിരിക്കെ അത് കാണാതെ മറ്റുള്ളത് തിരഞ്ഞു പോയി കഴിഞ്ഞാൽ ഫലം ഉണ്ടാവില്ല. അതുകൊണ്ട് എല്ലാവരോടും ഈ ആളുകളോടൊക്കെ പറയാനുള്ളത്, ഇതിൽ റാങ്ക് ലിസ്റ്റിലുള്ള ആളുകളോട് പറയാനുള്ളത്, 1500 നേടാൻ നിങ്ങൾക്ക് മുന്നിൽ അവസരമുണ്ട്, എല്ലാ അവസരങ്ങളും ഉണ്ട്. പക്ഷേ ഇതൊക്കെ വർഷത്തിൽ ഓട്ടോമാറ്റിക് വരുന്ന സാധനങ്ങളല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഓട്ടോമാറ്റിക് ഇങ്ങനെ റിട്ടയർമെൻറ്റ് ചിലപ്പോൾ ഓട്ടോമാറ്റിക് വരും, എന്നാലും അതിന് കുറേ പണികളുണ്ട് വേറെ. കാരണം അത് റിപ്പോർട്ടായി കാര്യങ്ങൾ കിട്ടാൻ, ബാക്കി കാര്യങ്ങളൊന്നും ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന പലതുമല്ല. ഇതൊക്കെ നമ്മൾ ആളുകൾ കുട്ടികൾ ഇറങ്ങി അത് അതിൻ്റെ പിന്നിൽ ഒന്ന് ശരിയാക്കിയെടുക്കൽ. അപ്പോഴാണിത് നമ്മൾ പണ്ട് ഇതിന് ഉദാഹരണങ്ങൾ പലതും എന്തായാലും അതിൽ പറയുന്നില്ല. എന്തായാലും അങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നതാണ്. 1500 ആൾക്കും ലിസ്റ്റിൽ കിട്ടാനുള്ള എല്ലാ അവസരവും മുമ്പിലുണ്ട്. ഓക്കെ, അതിനെക്കുറിച്ച് സ്റ്റഡി നടത്തിയാൽ നമുക്ക് മനസ്സിലാവും. കൂടുതലൊന്നും പറയുന്നില്ല. ഓക്കെ, ശരി.